മിൻ അജ്ലി ദാലിക എന്ന് പറയുമ്പോൾ അക്കാരണം കൊണ്ട് എന്ന് വെച്ചാൽ കാബീൽ ഹാബീലിനെ കൊന്നു ആ കാരണം കൊണ്ട് എന്ന് മാത്രമല്ല. ഈ ദാലിക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിപുലമായ ആശയങ്ങളുണ്ട്. ഇപ്പം നമ്മൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു എന്നല്ലേ പറയാം. വാസ്തവത്തിൽ ഈ കിതാബാണല്ലോ. ഈ കിതാബ് എന്നുള്ളതിന് ദാലിക എന്നല്ല പറയാം, ഹാദൽ കിതാബ് എന്നാണ്. അപ്പോൾ ദാലിക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആശയം അതിൻ്റെ മുന്നിൽ ഉണ്ട്. അതിനുള്ള സംഭവമാണ് ഈ ദാലിക. ഇവിടെയും അതുണ്ട്. അതെന്താ ചോദിച്ചാൽ ഈ സവിശേഷമായ മനുഷ്യൻ്റെ ഈ ഒരു ഘടനയുണ്ട്. അതായത് ഒരു ആദ്യത്തെ രണ്ട് മനുഷ്യർ ആദ്യത്തെ കുടുംബത്തിൽ നിന്നുണ്ടായ രണ്ട് മനുഷ്യർ, ആ രണ്ട് മനുഷ്യർ തമ്മിൽ പ്രശ്നമുണ്ടായി ഒരു കൊലപാതകത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം അത് ഈ മനുഷ്യൻ്റെ സവിശേഷമായ സൃഷ്ടിപ്പാണ്. ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമാണ്. അതാണ് ഇവിടെ മിൻ അജ്ലി ദാലിക എന്ന് പറയുന്നത്. ദാലിക എന്ന് പറയുന്നതിനൊരു വിപുലമായ ആശയമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഇരുന്ന് പറഞ്ഞാൽ പോലും തീരാത്തത്ര ആശയമുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കലാണ്. അങ്ങനെ വരുമ്പോൾ ഈ അജ്ലി ദാലിക എന്ന് പറയുന്നത് പ്രത്യേക ഒരു കാരണമുണ്ട്. അതല്ലാതെ ഒരു കൊലപാതകം നടന്നു എന്ന് മാത്രമല്ല അതിൻ്റെ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കുന്ന കാര്യത്തിൽ ഭൗതികമായ കാര്യങ്ങൾ വൈദഗ്ധ്യത്തോടെ നിർവഹിക്കുന്നതിൽ കാക്കയുടെ ശേഷി പോലും ആർജിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ഖേദത്തോടെയാണ്, നിരാശയോടെയാണ് അയാൾ ഈ കാബീൽ ജീവിതം തുടരുന്നത്. ഹാബീലാവട്ടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം അവസാനിക്കുകയാണ്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഭൗതിക ജീവിതം എപ്പോഴും ഇല്ലായ്മയുടെ ഒരു സംഭവമാണ് ഉണ്ടാവുക. അതിനൊരു പൂർണ്ണത കൈവരില്ല. അപ്പം നമ്മളിപ്പോൾ ഈ സയൻസ് അല്ലെങ്കിൽ ഭൗതികമായിട്ട് എത്രയൊക്കെ പുരോഗമിച്ചാലും ഇപ്പോഴും നമുക്കൊരു ഇല്ലായ്മ എപ്പോഴും ഫീൽ ചെയ്യും. എന്നാൽ ഈ തഖ്വയുടെ മാർഗം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു പൂർണ്ണതയുടെ മാർഗമാണ്. അപ്പോൾ കാബീൽ ഇല്ലാത്തവനാവുകയും മറ്റേ ഹാബീലിനെ കൊന്നെങ്കിൽ പോലും കാബീൽ ഇല്ലാത്തവനാവുകയും ഹാബീൽ പൂർണ്ണത നേടുകയും ചെയ്യുകയാണ്. അതാണ് ഇതിൻ്റെ ഈ സിസ്റ്റം. അതാണ് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ മനുഷ്യനെ അള്ളാഹു അഹ്സനു തഖ്വീമിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, അസ്ഫല സാഫിലും അതിലുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, ഇതിൽ ഫുജൂറും അതിൻ്റെ തഖ്വയും അള്ളാഹു ഇൽഹാമു ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടി ഇതൊന്നും ബാക്കിയുള്ളവർക്ക് ഇല്ലാത്ത സംഭവങ്ങളാണ്. ബാക്കിയുള്ള സൃഷ്ടികൾക്ക് ഇതൊന്നുമില്ല. മനുഷ്യന് കനൂതായിട്ടും ജീവിക്കാൻ പറ്റും, കനൂത് അല്ലാതെയും ജീവിക്കാൻ പറ്റും. ഇതൊക്കെ മനുഷ്യൻ്റെ പ്രത്യേക ഘടനയാണ്. ഈ പ്രത്യേക ഘടനകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതാണ് മിൻ അജ്ലി ദാലിക എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ആരംഭം മുതൽ ഈ സംഭവമുണ്ട്. അത് നൂഹ് നബിയുടെ ജനതയിലുണ്ട്, ആദിലുമുണ്ട്, സമൂദിലുമുണ്ട്. ഒക്കെ അള്ളാഹു ഈ പ്രതിക്രിയയുടെ നിയമം അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. കാരണം മനുഷ്യരാണെങ്കിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കും. അതതിൻ്റെ സിസ്റ്റത്തിൽ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യനക്കൊരു നിയമം കൊടുക്കുന്ന ഏത് സമൂഹത്തിന് പ്രവാചകന്മാർ നിയമം കൊടുത്തപ്പോഴും ഈ പ്രതിക്രിയയുടെ നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ കതബ്ന അല ബനി ഇസ്രായേലിനും അള്ളാഹു ആ സംഭവം നിയമമാക്കി. അതായത് പ്രതിക്രിയ നിയമം. അതെന്താണെന്ന് ചോദിച്ചാൽ ആ നിയമമാണ് ഒരു നഫ്സിന് പകരമല്ലാതെയോ അല്ലെങ്കിൽ ഭൂമിയിൽ നാട്ടിൽ കലാപമുണ്ടാക്കിയതിൻ്റെ പേരിലല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല. അങ്ങനെ ഒരു കൊല നടന്നാൽ, ഇപ്പോൾ ഹാബീലിനെ കാബീൽ കൊന്നതുപോലെ ഒരു കൊല നടന്നാൽ ഫക്ക അന്നമ ഖതലന്നാസ ജമീഅ, അത് മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. വമൻ അഹയാഹ, അങ്ങനെ ഒരാൾ ഒരു കൊല നടക്കാൻ പ്ലാൻ ഉണ്ടാകുമ്പോൾ വേറൊരാൾ അതിൽ ഇടപെട്ട് അല്ലെങ്കിൽ ഒരു സമൂഹം ഇടപെട്ട് അത് ഇല്ലാതാക്കുമ്പോൾ ഫക്ക അന്നമ അഹയന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതുപോലെയാണ്. അതായത് ഒരാളുടെ നേരെ അന്യായമായി ഒരാൾ കൊലക്ക് വേണ്ടി കൈ ഉയർത്തുക. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ അയാളുടെ താല്പര്യത്തിന് വേണ്ടി അയാൾ ആരെയും കൊല്ലുന്നതാണ്. ഇപ്പം താല്പര്യം ഒരാളെ കൊല്ലലാണെങ്കിൽ നാളെ അത് വേറൊരാളാവും.
അതായത് താല്പര്യങ്ങളുടെ പിറകെ പോകുന്ന ആളുകൾ അവർക്ക് വേറെ ഒരു തടസ്സങ്ങളുമില്ല. താല്പര്യങ്ങളുടെ പിറകെ പോകുന്ന ആൾക്ക് വേറൊരു തടസ്സമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും കൊല്ലാം, അതിന് നിയമത്തിന് പിന്നെ വേറെ തടസ്സമൊന്നുമില്ല. അങ്ങനെ ആവാം, അങ്ങനെയാണ് സാധനം ഉണ്ടാവുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് ബൈബിൾ പണ്ഡിതന്മാർ, ബൈബിൾ പഠിച്ച ആളുകൾ പറയുന്നത് ബൈബിളിൽ ഇങ്ങനെ ഒരു സംഭവമില്ല എന്നാണ്. ബനൂ ഇസ്രായേലിൽ കൊടുത്ത സാധാരണ ബൈബിളിൽ കാണണമല്ലോ, പഴയ നിയമത്തിൽ കാണണം. പക്ഷേ ബൈബിളിലില്ലെങ്കിലും അത് എവിടെ ഉണ്ട്, ഈ അവരുടെ വേറൊരു ഗ്രന്ഥമുണ്ട്. ഇപ്പം നമുക്ക് തന്നെ 2 സ്രോതസ്സുകളൊക്കെ ഉള്ളതുപോലെ അവർക്കുമുണ്ട് ഒരു തൽമൂദ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അവർക്ക്, ബൈബിൾ കൂടാതെ. തൽമൂദ് എന്ന് പറയുന്നത് ശരിക്കും അവരുടെ നമ്മളുടെ ഈ ശരിയാത്ത് നിയമങ്ങളൊക്കെ പറയുന്ന പോലെയുള്ള ഫിഖ് കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഗ്രന്ഥമാണ് തൽമൂദ്. ഈ തൽമൂദിൽ അവരുടെ ഈ വിഷയമുണ്ട്, ഈ സംഭവം ഇതേപോലെ പറയുന്നുണ്ട് എന്നാണ്, ഇതേപോലെ പറയുന്നുണ്ട്. അത് ഇസ്രായേലിൻ്റെ ഒരു ജീവൻ ഹനിച്ചവൻ ദിവ്യഗ്രന്ഥത്തിൻ്റെ ദൃഷ്ടിയിൽ ലോകത്തെ മുഴുവൻ ഹനിച്ചതുപോലെയാണ്. തൽമൂദിൽ പറയുന്നതാണ്. ഇസ്രായേലിൻ്റെ ഒരു ജീവൻ രക്ഷിച്ചവൻ ദിവ്യഗ്രന്ഥത്തിൻ്റെ ദൃഷ്ടിയിൽ മുഴുവൻ ലോകത്തെയും രക്ഷിച്ചതുപോലെയാണ്. ഇസ്രായേലി ന്യായാധിപന്മാർ കൊലക്കേസ് പ്രതികളെ അഭിമുഖീകരിച്ച് ഇപ്രകാരം പറയാറുണ്ടായിരുന്നു. അതായത് ജഡ്ജിമാർ, ഒരാളുടെ ജീവൻ നശിപ്പിച്ചവൻ ലോകത്തുള്ള മനുഷ്യരെല്ലാം കൊന്ന ശിക്ഷക്കർഹരാണെന്ന്. അതായത് അവരിലതുണ്ട്, ആ സംഭവം അവരുണ്ട്. ബൈബിളിൽ അതില്ലെങ്കിലും അവരുടെ തൽമൂദിൽ ആ സംഭവമുണ്ട്. അപ്പോൾ അത് ഈ ഖുർആൻ്റെ ഈ പറച്ചിൽ, ഈ കതബ്ന അലാ ബനി ഇസ്രായീല എന്ന് പറയുന്ന ഈ സംഭവം അതിൻ്റെ തെളിവാണ് അത്. പിന്നെ എങ്ങനെയായിരിക്കും അവരിൽ നിന്നത് പോയിട്ടുണ്ടാകുക? അവർ താല്പര്യങ്ങളുടെ അടിമകളായപ്പോൾ ഈ നിയമം അവർ മുക്കിക്കളഞ്ഞു. കാരണം താല്പര്യങ്ങൾക്ക് വേണ്ടി ധാരാളം കൊല നടത്തുക, പ്രവാചകന്മാരെ വരെ കൊല്ലുക. അപ്പോൾ ഈ പ്രതിക്രിയാ നിയമം അവരിൽ നിൽക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? അതവർക്ക് പറ്റില്ല. അതാണ് സംഭവം. അപ്പോൾ അത് അവരിൽ നിന്ന് അവർ തന്നെ മുക്കിക്കളഞ്ഞ സംഭവമാണ്. ഇനി നമ്മൾ ഈ താല്പര്യങ്ങളുടെ സംഭവമുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരാൾ, ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരാൾക്ക് വാസ്തവത്തിൽ അയാളുടെ ആ താല്പര്യം നേടുക എന്നുള്ള ഒറ്റ പരിപാടിയുള്ളൂ. അതിന് വേറെ തടസ്സങ്ങളില്ല. നേരെ മറിച്ച് തഖ്വയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി മുഴുവൻ കാര്യങ്ങളിലും നോക്കിയിരിക്കണം. ഒന്നിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ഒന്നിന് തടസ്സങ്ങളില്ല, മറ്റതിന് നോക്കുന്നിടത്തൊക്കെ തടസ്സമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിജീവിക്കുക ഈ തിന്മയുടെ ആളുകളാണ്. ഇതാണ് അർഹതയുള്ളത് അതിജീവിക്കുന്നവരാണ്. ഭൗതികമായി അർഹത നേടുക ഈ തിന്മയാണ് അതിജീവിക്കാൻ. കാരണം അതിന് തടസ്സങ്ങളില്ല. മറ്റോടത്ത് നേരത്തെ ഹാബീൽ പോലെ ഈ എന്നെ കൊല്ലാൻ വരുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ കൊല്ലില്ല എന്ന് പറയുന്ന തടസ്സങ്ങളുണ്ട്. കാരണം അവിടെ വിഷയം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അപ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ മാർഗവും ഒന്ന് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മാർഗവും, അത് രണ്ടും കൂടിയിട്ട് സ്വാഭാവികഗതിയിൽ ഏറ്റുമുട്ടിയാൽ തിന്മയാണ് വിജയിക്കുക. സംഗതി ക്ലിയറാണോ ഞാൻ പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് നിയമങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇവിടെ നിയമങ്ങൾ, ഇനി വരാൻ പോകുന്ന നിയമങ്ങളുടെ ആമുഖം പറയാണ് ഇവിടെ. അതാണ് മിൻ അജ്ലി ദാലിക എന്ന് പറയുന്നത്. അപ്പോൾ ആ വക സംഭവങ്ങളൊക്കെ ഉൾക്കൊണ്ട ഒരു സംഭവമാണ് ഈ ദാലിക. അതൊക്കെ കൂടി മുന്നിൽ വെച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കടുകട്ടിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാവണമെങ്കിൽ ഈ ദാലിക്കയിൽ ഈ സംഭവങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിൽ വരണം. കാരണം ഇത്ര ക്രൂരമായി എന്തിനാണ് മനുഷ്യന്മാരെ ശിക്ഷിക്കുന്നത് എന്നുള്ളതൊക്കെ വരും. ഇപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ ധാരാളം ഉണ്ടല്ലോ, ഇല്ലേ? ആ നിയമങ്ങളുടെ പ്രസക്തി, അതായത് ശരീഅത്ത് നിയമങ്ങളുടെ പ്രസക്തി അത് മുന്നിൽ വെക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനത്തെ നിയമം എന്ന്? കാരണം ഈ താല്പര്യങ്ങളുടെ ആളുകൾ മറ്റൊന്നിനെയും വകവെക്കാൻ പോകുന്നില്ല. നമുക്ക് ശരിക്ക് കാണുന്നില്ല ഇസ്രായേലിൻ്റെ നടപടികളിൽ, ഇല്ലേ? നമുക്ക് കാണുന്നുണ്ട്. കാരണം താല്പര്യങ്ങളുടെ ആളുകൾ, അത് ഇസ്രായേൽ എന്നല്ല, ഇപ്പം അൻവറിൻ്റെ വെളിപ്പെടുത്തലൊക്കെ നമുക്ക് കാണില്ലേ? അൻവറിൻ്റെ വെളിപ്പെടുത്തലൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന പണികൾ,
അത് ഏത് ഈ ഇസ്രായേൽ എന്നല്ല, ആ വക സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെയും സംഭവമാണ്. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. അവർക്ക് വാക്ക് ഒന്നിനെയും പേടിക്കാനില്ല. അവരുടെ താല്പര്യങ്ങൾ എങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ അത് മുഴുവൻ അവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടിനെയും ഇങ്ങനെ അതിൻ്റെ പാട്ടിനിങ്ങനെ ഈ നന്മനെയും തിന്മയെയും അതിൻ്റെ പാട്ടിനിങ്ങനെ വിട്ടാൽ സ്വാഭാവികമായിട്ടും ഈ തിന്മ നന്മയെ കീഴടക്കും. പക്ഷേ ഭൂമി അങ്ങനെ ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കീഴടക്കാനുള്ളതല്ല. ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നന്മയും തിന്മയും പ്രവർത്തിച്ച് പരലോകത്ത് സ്വർഗവും നരകവും നേടാനുള്ള അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറയാണ്. ഇത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹു അങ്ങനെ വെറുതെ വിടാൻ അങ്ങനെ വിടില്ല. അവർ പോണ പാട്ടിന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമങ്ങൾ ഇവിടെ സ്ഥാപിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? അത് വിശ്വാസികളുടെ മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. അതാണ് ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് പറയുന്ന മുസ്ലിം. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. ആ ഖലീഫയെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന അറദ്നൽ അമാനത്ത, ഒരു അമാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അതായത് സൂക്ഷിക്കാൻ. അതിൻ്റെ ഭാഗമാണ് ഈ നിയമങ്ങൾ. അപ്പോൾ അതായത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ഈ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുക എന്നുള്ളത്. കാരണം ഒരാൾ സ്വർഗം നേടണമെങ്കിലും നരകം നേടണമെങ്കിലും അത് അർഹതയോടെ നേടണം. അതിനു വേണ്ടി സ്വതന്ത്രമായ ഒരു സമൂഹം ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന താല്പര്യക്കാരുടെ മാത്രം മേൽക്കോയ്മയുള്ള ഒരു ലോകമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. താല്പര്യക്കാരുടെ ഇതായിട്ട് നരകത്തിന് അർഹത നേടണം. ബാക്കിയുള്ളവർ തഖ്വയുടെ ആളുകൾ സ്വർഗത്തിനും അർഹത നേടണം. രണ്ടിനും തുറന്നിട്ട ഒരു സമൂഹമായിരിക്കണം. അതാണ് സ്വതന്ത്ര സമൂഹം. അതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സമൂഹം ഈ ഭൂമിയിൽ നിലവിൽ വരണം. എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യനാണ് ഖലീഫ. ആ മനുഷ്യനായ ഖലീഫ മറ്റ് എല്ലാ സൃഷ്ടികൾക്കും നീതി വാങ്ങിച്ചു കൊടുക്കണം, ക്രിസ്തു വാങ്ങിച്ചു കൊടുക്കണം. വൽ അർള വളഅഹാ ലിൽ അനാം എന്ന് പറയുമ്പോൾ ഈ ഭൂമി ബാക്കിയുള്ള മുഴുവൻ സൃഷ്ടികൾക്കും വേണ്ടിയാണ്. ആ സൃഷ്ടികൾക്ക് മുഴുവൻ അവർ അർഹിക്കുന്ന നീതി മേടിച്ചു കൊടുക്കേണ്ടത് ആരാ? മനുഷ്യനാണ്. കാരണം മനുഷ്യനെയാണ് അള്ളാഹു ഈ ഭൂമി ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഈ അജ്ലി ദാലിക എന്ന് പറയുമ്പോൾ ആ സംഭവത്തിൻ്റെ അതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഇനി പറയുന്ന നിയമങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. വലഖദ് ജാഅത്തുഹും റുസുലുനാ ബിൽ ബയ്യിനാത്ത്. ഈ വക കാര്യങ്ങളൊക്കെ സുവ്യക്തമായി എല്ലാ തെളിവുകളോടെയും ഈ ബനൂ ഇസ്രായേലിനെ പഠിപ്പിക്കാൻ നിരവധി പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു. അവരുടെ ദൗത്യങ്ങളൊക്കെ നടത്തി പൂർത്തിയാക്കി. പക്ഷേ സുമ്മ ഇന്ന കസീറം മിൻഹും, എന്നിട്ടും അവരിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ബഅദ ദാലിക, ഈ സംഭവങ്ങളൊക്കെ അവിടെയും വരുന്നത് ഈ ദാലിക തന്നെയാണ്. ഈ പ്രവാചകന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് ശേഷവും ഫിൽ അർളി, ഈ ഭൂമിയിൽ അവർ ഇസ്രാഫ് നടത്തി. എല്ലാത്തിലും അവരുടെ കാര്യങ്ങളിൽ മുഴുവൻ അവർ അതിരുകൾ വിട്ടുപോയി എന്നുള്ളതാണ്. കാരണം ഈ അതിരുകളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്തുണ്ടാവുക? തഖ്വയോടെയുള്ള ജീവിതം ഉണ്ടാകുക. വിശ്വാസികളിൽ നിന്ന് അതിരുകൾ വിട്ടുപോകും. അതിരുകൾ വിടാൻ തുടങ്ങിയാൽ പിന്നെ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക അതിരൊന്നുമില്ല. അതിരുകളില്ല. അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ മാത്രമേ അതുള്ളൂ. അല്ലെങ്കിൽ അത് പുറത്താണ്. ഇപ്പോൾ കബഡിയൊക്കെ കളിക്കുമ്പോഴുള്ള പോലെ പുറത്തു പോയതാണ്. പിന്നെ അതിനെ ആരും പിടിക്കാനുണ്ടാവില്ല. കാരണം ഈ പുറത്തു പോയവനെ പിന്നെ നയിക്കുന്നത് ആരാ? പിശാചാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഈ സാധനം പോകും. അപ്പോൾ വിശ്വാസികളിൽ നിന്ന് തന്നെയാണ്, വിശ്വാസമുള്ളവരിൽ നിന്ന് തന്നെയാണ് ഈ ഇസ്രാഫ് സംഭവിക്കുന്നത്. അതാണ് അവർക്ക് സംഭവിച്ചത്. ആ ഇസ്രാഫ് അങ്ങനെ സംഭവിച്ച് പോയാൽ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അതിനൊരു പിടുത്തമില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഒരു ബൗണ്ടറിയിൽ അകത്ത് നിൽക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടുമോ? അതിപ്പോൾ ഈ മുസ്ലിമീങ്ങളോട് പറയണമെന്താ ചോദിച്ചാൽ, മുസ്ലിമീങ്ങൾ ഇത് ചെയ്താലും അത് തന്നെ ഉണ്ടാകുക. അത് ബനൂ ഇസ്രായേലിയർക്കോ അല്ലെങ്കിൽ വേറുള്ളവർക്കോ ഒരു പ്രത്യേക നിയമമൊന്നുമല്ല. ആര് ചെയ്താലും അള്ളാഹുടെ അടുത്ത് ഇന്നാളെന്നൊന്നുമില്ല. അള്ളാഹുടെ അടുത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, റസൂലിനെ അനുസരിക്കുന്നവർ,
ഇത് മാത്രമേ അള്ളാഹുടെ അടുത്ത് വാല്യൂ ഉള്ളൂ. അതല്ലാത്തതൊക്കെ ഈ ഇസ്രാഫാണ്. ഇനി അവർക്ക് ഇനി പറയാണ്, ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂനല്ലാഹ വറസൂല, അള്ളാഹുവിനോടും റസൂലിനോടും ഈ ഹറാബത്ത്, ഇത് ശരിക്ക് നമ്മൾ വേറൊരു രാഷ്ട്രം വന്നിട്ട് ഒരു രാജ്യത്തിനോട് ചെയ്യുന്ന യുദ്ധമല്ല. ഇത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള എതിരാവലാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതൊരു രാജ്യമാണെങ്കിലും അത് രണ്ട് തലത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ദാറുൽ ഇസ്ലാം. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിയമങ്ങൾക്കകത്ത്, നിർദ്ദേശങ്ങൾക്കകത്ത് ഭരണം നടത്തുന്ന ഒരു രാജ്യമാണ്. അതല്ലാത്തതൊക്കെ ദാറുൽ ഹർബ് എന്ന് പറയുന്ന കോമൺ സംഭവത്തിലാണ് പോവുക. ഈ ദാറുൽ ഇസ്ലാമിനകത്ത കാര്യമാണ് ഈ പറയുന്നത്, ദാറുൽ ഹർബിനകത്ത കാര്യമല്ല. ദാറുൽ ഇസ്ലാമിനകത്ത് അള്ളാഹുവിനും ആ നിയമവ്യവസ്ഥയെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ഈ മുഹാരിബ് എന്നൊക്കെ പറയുന്നത്. എല്ലാവരെയും അല്ല. അതായത് ആ ഇസ്ലാമികമായ തത്വങ്ങളോട് എതിരാവുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവർ പോലും ഇതിൻ്റെ പരിധിയിലല്ല. പക്ഷേ മനുഷ്യരുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്രമസമാധാനത്തെ തകർക്കുന്ന ആ നിലപാടും ആ പ്രവർത്തനമുള്ളവരെയാണ് ഈ അള്ളാഹുവും റസൂലിനുമായിട്ട് ഹറാബത്ത് ചെയ്യുന്നവർ. ഇത് നമ്മൾ പറയുന്ന യുദ്ധമല്ല, അതിന് ഖിത്താൽ എന്നാണ് പറയാം. ഇപ്പോൾ പലിശക്കെതിരെയുള്ള വ്യവസ്ഥിതി അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുമ്പോൾ ഈ ഹർബ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുക. അതായത് ആ വ്യവസ്ഥയെ തകർക്കാനുള്ള പ്രവൃത്തികൾ, അതായത് ഒരു സംഭവത്തിനെ തകർക്കുക. ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ കാണാണ്ട്, ഇപ്പോൾ കേരളത്തിൽ ഈ നിലവിലുള്ള ഭരണം മോശമാണ്, ഒന്നുമില്ല, ആകെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കും ഓരോ ഭാഗത്തുനിന്ന്, നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊക്കെ അങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ അതുപോലത്തെ സമാനമായ പ്രശ്നങ്ങളാണ് ഈ ഹറാബത്ത് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുസൈലിമയും കൂട്ടരൊക്കെ ചെയ്ത പോലത്തെ ഉള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങളെയാണ് ഇവിടെ യുഹാരിബൂന അല്ലാഹ വറസൂലഹു എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വയസ്ഔന ഫിൽ അർളി ഫസാദ, അങ്ങനെ ഭൂമിയിൽ അതിൻ്റെ സ്വസ്ഥമായ ജീവിതത്തിന്, കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ഈ താല്പര്യക്കാർക്ക് അതിൽ നിന്ന് മുതലെടുക്കാൻ കഴിയുള്ളൂ. താല്പര്യം ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവർക്ക് ഈ ഭരണം അവരുടെ കയ്യിലേക്ക് വരണമെങ്കിൽ ഈ സ്വസ്ഥമായിട്ട് ഈ ഭരണം നടക്കുന്ന സംഭവങ്ങളെ തകിടം മറിക്കണം. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടൊരു നാട്ടിൽ ഭരണം നടന്നിരുന്നതാണല്ലോ ഇറാഖ്, ഇല്ലേ? സംഗതി സദ്ദാം ഹുസൈൻ എന്തൊക്കെയാണെച്ചെങ്കിലും അവിടെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഒരു വ്യവസ്ഥ നടന്നിരുന്നു. പല രാജ്യങ്ങളിലും, ഈ ലിബിയയിൽ അങ്ങനെ ആയിരുന്നു. അതായത് ഇവിടുത്തൊക്കെ ഈ നിലവിലുള്ള ഈ അവസ്ഥേനെ തകിടം മറിക്കുക, വിപ്ലവത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലാണെങ്കിലും തകിടം മറിക്കുക. തകിടം മറിച്ചു കഴിഞ്ഞാൽ ഒരു സാധനത്തിന് അതിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് താറുമാറാക്കിയാൽ പിന്നെ അത് പുനഃസ്ഥാപിക്കൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതാണ് ഈ സംഭവം. ഇത് ഇസ്ലാമിക വ്യവസ്ഥ അതിൻ്റെ സമാധാനത്തിലും അതിൻ്റെ സംഭവത്തിലൊക്കെ നടക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും താറുമാറാക്കിയാൽ മാത്രമേ അതിൻ്റെ മുകളിൽ പണിയെടുക്കാൻ പറ്റുള്ളൂ മറ്റവർക്ക്. ഈ സമാധാനത്തിൽ ജീവിക്കുന്നവർക്കൊരു പ്രശ്നമുണ്ട്. എന്താ ചോദിച്ചാൽ അവർ ചിലപ്പോൾ മിക്കവാറും ജനങ്ങളെപ്പോഴും ഈ ഒരു സ്വപ്ന ലോകത്താവും. അപ്പോൾ അവരുടെ ആ സ്വപ്നങ്ങൾ നടക്കും എന്നുള്ള ചില സംഭവങ്ങളൊക്കെ അവരിലേക്ക് ഇട്ടുകൊടുക്കും. അതൊക്കെ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് വഴിയും സ്വീകരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ തകർക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് മുസ്ലിമീങ്ങൾക്ക് ബോധം നൽകുക. കാരണം ഇതിൻ്റെ സംരക്ഷകളായ ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് ഈ ബോധം നഷ്ടപ്പെട്ടാലേ കുഴപ്പം. ശത്രുവല്ല പ്രശ്നം, ശത്രുവിൻ്റെ പവറോ ശക്തിയോ അല്ല പ്രശ്നം, ഈ അകത്തുള്ള ആളുകളുടെ അന്തക്കേടാണ് പ്രധാന കാര്യം. അത് വലിയ വിഷയമാണ്. നമുക്കൊക്കെ ഇപ്പോൾ സംഭവിച്ച പ്രശ്നം അത് തന്നെയാണ്. അതായത് മുസ്ലിമീങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ബാക്കിയുള്ളവരെ ശക്തിയൊന്നുമല്ല വിഷയം, അതൊന്നും അള്ളാഹു തന്നെ പരിഗണിക്കുന്നില്ല. പക്ഷേ ഈ വിശ്വാസികളായ ഈ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധം നൽകണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറയുന്നത്, അതായത് നമസ്കാരം നിലനിർത്തുവോളം ആ ഭരണകൂടത്തെ തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്.
കാരണം ഇതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് പോകും. കാരണം ഇതിൻ്റെ നയിക്കുന്ന ആളുകൾ വേറെ ആവും, പിന്നാലെ കൂടി സിന്ദാബാദ് വിളിക്കുന്ന ആളുകൾ വേറെയാണ്. അവർക്കൊന്നും കാര്യങ്ങളുണ്ട് വരുമ്പോൾ അവർക്കൊന്നും ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് ചാടി പുറപ്പെടാനൊക്കെ വളരെ എളുപ്പമാകും. ഒരു ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ തന്നെ ആ ഭരണാധികാരി മരിക്കുന്നവരെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു രാഷ്ട്രം കയ്യിൽ നിന്ന് പോയാൽ, അതിൻ്റെ വ്യവസ്ഥ കയ്യിൽ നിന്ന് പോയാൽ അത് തിരിച്ചെടുക്കുക എളുപ്പമല്ല. കാരണം ഈ മുസ്ലിമീങ്ങളുടെ കൃത്യമായ ബോധരാഹിത്യമാണ് ഇതിലേക്ക് നയിക്കുന്നത് തന്നെ. പിന്നെ ആരാണ് ഈ ഭരണകൂടം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ആരാ അവരെ ഈ ബോധത്തിലേക്ക് കൊണ്ടുവരിക? ആരും കൊണ്ടുവരാൻ പോകുന്നില്ല. എല്ലാവരും ഈ മതത്തിൻ്റെ ആളുകൾ മുഴുവൻ ഈ താല്പര്യങ്ങളുടെ ഓരോ കള്ളികളിൽ പോയി പെടും. അവർ പിന്നെ അതിൻ്റെ ആളുകളാവും. ഇത് പഠിപ്പിക്കാനൊന്നും ആരും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ നിലനിൽക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ മുകളിലൊക്കെ പോയി കളിക്കുമ്പോൾ ഏത് വിപ്ലവം ഏത് കലാപവും ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ അതിൽ നിന്ന് യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ നിർത്താൻ ഭയങ്കര പാടാന്ന് പറയില്ലേ? അതന്നെയല്ലേ ഇപ്പോൾ ഇസ്രായേലിനൊക്കെ സംഭവിച്ചത്. തുടങ്ങാനൊക്കെ വളരെ എളുപ്പമായിരുന്നു, 4 ദിവസം കൊണ്ട് ഇപ്പോൾ ശരിയാക്കി വരാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് നിർത്താൻ ഭയങ്കര പാടാണ്. കാരണം ഇതിങ്ങനെ വികസിച്ച് ഓരോ ഇതിലേക്ക് പോവുകയാണ്. എന്നതുപോലെ തന്നെയാണ് ഈ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിന് ഒരുമ്പെടുന്ന ആളുകളെയൊക്കെ തിരിച്ചറിയണം. അത് ഈ മുസ്ലിം, നമ്മൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ തുടക്കം മുതൽ ഒരു പുതിയ ഉമ്മത്തിനെ അള്ളാഹു മുന്നിൽ നിർത്തുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട കൃത്യമായ സംഭവങ്ങളായി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ, ആ കലാപകാരികളായ ആളുകളെ യുക്കത്തലു എന്ന് പറയുമ്പോൾ വെറും കൊലയല്ല. ഈ കത്തല എന്ന് പറയുമ്പോൾ അതിനൊരു ശ്രദ്ധ വരുമ്പോൾ എന്താ ചോദിച്ചാൽ അതിക്രൂരമായ കൊലയെ അതിക്രൂരമായി കൊല്ലണം എന്നാണ്. ദാക്ഷിണ്യത്തിൻ്റെ യാതൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അറക്കുക എന്ന് പറയണ മാതിരിയല്ല. അറക്കുക എന്ന് പറയുമ്പോൾ അതിന് പരമാവധി ദാക്ഷിണ്യം വെച്ചിട്ടാണ് നമ്മൾ അറക്കാൻ പറയാം, അല്ലേ? മൃഗങ്ങളെ അറക്കുക. പക്ഷേ ഇതല്ല. ഇത് നമ്മൾ ഈയാക്ക എന്ന് പറയുന്നത് പോലത്തെ സംഭവമാണ്. അതായത് നിനക്ക് മാത്രം എന്ന് പറയുന്ന പോലെ. അതിൻ്റെ ആ കാഠിന്യത്തിനെ ഊന്നാൻ വേണ്ടിയാണ് യുക്കത്തലു, അവർ കൊല്ലപ്പെടണം. ഔ യുസല്ലബു, അല്ലെങ്കിൽ അവർ ക്രൂശിക്കപ്പെടണം. ഔ തുക്കത്ത ഐദീഹിം വ അർജുലഹും, അവരുടെ കയ്യും കാലും മുറിക്കണം. കയ്യും കാലും, വലത്തെ കാലും മുറിച്ചാൽ പോരാ. വലത്തെ കൈ മുറിക്കണമെങ്കിൽ ഇടത്തെ കാലാ മുറിക്കേണ്ടത്. കാഠിന്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ശിക്ഷ കൊടുക്കാനായി പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര ആമുഖം നമുക്ക് ആ ദാലിക്ക അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇത്ര ആമുഖം പറയേണ്ടി വരുന്നത്. ഔ യുൻഫൗ ഫിൽ മിനൽ അർദി എന്ന് നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ നാട് കടത്തുക എന്നാ പറയാം. ഇത് വാസ്തവത്തിൽ ഈ നെഫി ഉണ്ടല്ലോ, നെഫി, അതായത് നാടേ ഇല്ലാതാക്കുക. ഒരാൾക്ക് അയാളുടെ നാട്, അയാളുടെ കുടുംബം, അയാളുടെ സംഭവങ്ങൾ ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് പറ്റിയ എവിടേക്കാണിച്ചെങ്കിൽ പറഞ്ഞേക്കുക. അതിന് പറ്റിയ ഇപ്പോൾ റഷ്യക്കാരൊക്കെ പണ്ട് സ്റ്റാലിൻ്റെ ഒക്കെ കാലത്ത് ഈ സൈബീരിയൻ കാടുകളിലേക്കൊക്കെ പറഞ്ഞ് ചേർന്നല്ലേ. കാരണം ഒരു മനുഷ്യ ജീവിതം സാധ്യമല്ലാത്ത ഇടത്തേക്ക് അവനില്ലാതാക്കുക, അല്ലെങ്കിൽ മരുഭൂമി കൊണ്ടുപോയി തള്ളുക. ഇമാം അബൂ ഹനീഫ പറഞ്ഞ് തടവിലാക്കിയാലും മതി എന്നാണ്. പക്ഷേ ഈ തടവിലാക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജയിൽ പോലത്തെ സംഭവമൊന്നുമല്ല അത്. യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത തടവിലാക്കലാവും അത്. അപ്പോൾ അങ്ങനത്തെ അത്രയും കടുത്ത ശിക്ഷ ഈ കൂട്ടർക്ക് കൊടുക്കണം എന്നാണ്. കാരണം അവർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത്, ഇത് സാധാരണ ഒരു വ്യക്തി കാബീൽ ഹാബീലിനെ കൊന്നതുപോലെ വ്യക്തിപരമല്ല. ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇത് ഒരു രാജ്യത്തോട് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തോട് മുഴുവൻ ചെയ്യുന്ന കുറ്റമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശിക്ഷ ഭയങ്കര കാഠിന്യമാണ്. ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ കൊന്നു, ആ കൊന്ന ആളുടെ അവകാശികൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഫിദിയൊക്കെ മേടിച്ചിട്ട് അയാൾക്ക് മാപ്പ് കൊടുക്കാം. പക്ഷേ ഈ സംഭവത്തിലേക്ക് പറ്റില്ല. ഇതിൽ വ്യക്തികൾക്ക് നഷ്ടം, കാര്യം, വീരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ആ അവകാശങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെ ഭരണകൂടമാണ് നിശ്ചയിക്കേണ്ടത്. അതുമാതിരി ഈ ശിക്ഷ ആർക്ക് കൊടുക്കണം, ആർക്ക് എങ്ങനെയൊക്കെയാണ് ഈ ശിക്ഷ കൊടുക്കേണ്ടത് എന്നും ഭരണകൂടത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണ്. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് എന്താ ചോദിച്ചാൽ, ഒരാൾ കൊല നടത്തിയാൽ അയാളെ കൊല്ലുക. അതല്ല, കൊലയും കവർച്ചയും നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ കൊന്ന് കുരിശി തറക്കണം എന്നാണ്. കൊന്നിട്ട് കുരിശി തറക്കണം. അതുമാതിരി കവർച്ച മാത്രമേ നടത്തിയുള്ളൂ വെച്ചെങ്കിൽ കയ്യും കാലും വിപരീതമായി ഛേദിക്കണം. അതല്ല, കവർച്ചയും കൊലയൊന്നും നടത്തിയിട്ടില്ല, നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ അയാളെ നാട് കടത്തണം. അങ്ങനെയൊക്കെയാണ്.
അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് ആ സാഹചര്യം സന്ദർഭം ഒക്കെ വെച്ചിട്ട് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഈ ആളുകൾക്ക്, അതായത് ഇവർക്ക് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും പാഠമാവുന്ന രൂപത്തിലാണ് ഈ ശിക്ഷയൊക്കെ നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ ഭരണകൂടത്തിന് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ദാലിക ലഹും ഖിസിയും ഫി ദുനിയ, ഇത് ദുന്യാവിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷയാണ്. ഇത് ദുന്യാവിൽ അവർക്കുള്ള ശിക്ഷയാണ്. ദുന്യാവിൽ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് അത് പരലോക ശിക്ഷയെ ബാധിക്കുന്ന ഒന്നല്ല. ദുന്യാവിൽ അവരുടെ ശിക്ഷയും അത് ഖിസിയുമാണ്. കാരണം അത് അവർക്ക് കാലാകാലം അവരുടെ ജീവിതകാലം മുഴുവൻ നിന്ദ്യതയായി അത് നിൽക്കും. അപ്പോൾ കയ്യും കാലും വിപരീതമായി മുറിച്ചവന് പിന്നെ എന്താ ചെയ്യുക? അതാ മുറിച്ചത് അവനെ എവിടെ കണ്ടാലും മനസ്സിലാവും ഇവ ഏതാ സാധനം എന്ന്. അപ്പോൾ അത് നിന്ദ്യതയായിട്ട് നിൽക്കണം എന്ന്. ഇതൊന്നും വെറും കേവലമായ ഒരു പണിഷ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യ സമൂഹത്തിന് മുഴുവൻ പാഠമാകണം. കാരണം ഇത് കാണുമ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരാളെ കണ്ടാൽ ഏതൊരാൾക്കും ആ ഓർമ്മ വരില്ലേ? ആ ഓർമ്മ വരും. ഈ ശിക്ഷയെക്കുറിച്ചും ഇതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും അതിലേക്ക് മുന്നിട്ടിറങ്ങിയാലുള്ള പരിണിത ഫലങ്ങളെക്കുറിച്ചും കൃത്യമായും ഈ മനുഷ്യരെ ഓർമ്മിപ്പിക്കണം. കാരണം എന്നാലേ ഇത് തടയാൻ കഴിയുള്ളൂ. ഈ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് മനുഷ്യരുടെ ഈ താല്പര്യത്തിൻ്റെ പിറകെ, കാരണം അതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ താല്പര്യങ്ങളുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ തൊട്ടടുത്താണ്. ഈ ഭൗതികതയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഫലം തൊട്ടടുത്തും അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ന് പറയാൻ വളരെ പിന്നിലാണ്. നേരെ മറിച്ച് ഒരു തഖ്വയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രശ്നങ്ങളാണ് തൊട്ടടുത്ത്, അതിൻ്റെ അനന്തരഫലങ്ങൾ അകലെയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ തിരഞ്ഞെടുക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഈ തൊട്ടടുത്തുള്ളതിനെയാണ്. തൊട്ടടുത്തുള്ളതിനെ മനുഷ്യന്മാർ എപ്പോഴും തിരഞ്ഞെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കാണ് ആളുകൾ ആകൃഷ്ടരാകുക. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഉള്ള പ്രതിരോധമാണ് ഈ കടുത്ത ശിക്ഷയിലൂടെ അള്ളാഹു ഈ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുന്നത്. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, അത് ഭൂമിയിലെ കാര്യമാണ്. ഭൂമിയിലെ കാര്യം അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് പരലോകത്തെ ശിക്ഷയെ അത് ബാധിക്കൊന്നുമില്ല. അപ്പോൾ കയ്യും കാലും മുറിച്ച് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് പരലോകത്തെ ശിക്ഷ അതുകൊണ്ട് ഒഴിവാകുകയില്ല. അത് വേറെ സംഭവമാണ്. അതൊഴിവാവണമെങ്കിലുള്ള കാര്യം പറയണത് ഇല്ലല്ലദീന താബു, തൗബ ചെയ്യണതൊരൊഴികെ. തൗബ ചെയ്യണം. നേരത്തെ ഇപ്പോൾ കാബീലിൻ്റെ ഖേദം പോരാ, തൗബ ചെയ്യണം. തൗബ ചെയ്തിട്ട് അത് എപ്പോൾ വേണം? മിൻ ഖബലി അൻ തഖ്ദിറു അലൈഹിം, ഭരണകൂടത്തിന് അവരുടെ മേൽ പിടിമുറുക്കുന്നതിൻ്റെ മുമ്പ് തൗബ ചെയ്യണം. തൗബയ്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തൗബയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സാണല്ലോ. ഈ മനസ്സിപ്പോൾ അങ്ങനെ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ തൗബ ചെയ്തു എന്ന് പറയുന്നത് ശരിക്ക് ഈ ഭരണകൂടം അവരുടെ മേൽ പിടി വീഴുന്നു എന്ന് ഉറപ്പായാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പറ്റില്ല എന്ന്. അങ്ങനെ തൗബ ചെയ്തവർ, അതായത് അവർ നല്ല ശക്തിയുള്ളവരായി നിലനിൽക്കുമ്പോൾ തന്നെ അവർ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരവസ്ഥ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ രണ്ട് ശിക്ഷയും ഒഴിവാകും. രണ്ട് ശിക്ഷയും, ഭൂമിയിലെ ശിക്ഷയും ഒഴിവാവും, പരലോകത്തെ ശിക്ഷയും ഒഴിവാവും. അതാണ് അൻ തഖ്ദിറു അലൈഹിം. നേരെ മറിച്ച് ഭരണകൂടം അവരെ പിടിക്കും, അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിച്ചു, ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ ഘട്ടത്തിലാണ് അവർ കീഴടങ്ങുന്നത് എങ്കിൽ, ഇതിൽ നിന്ന് മടങ്ങുന്നത് എങ്കിൽ ഈ സംഭവം അവർക്ക് ബാധകമല്ല. അവരുടെ മേൽ ശിക്ഷ ഉണ്ടാവും, പരലോകത്തും ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. പക്ഷേ അപ്പോഴും അള്ളാഹു ഈ മനുഷ്യരോട് പറയുന്ന ഒരു സംഭവമുണ്ട്. ഫഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, പൊറുക്കലിനും കാരുണ്യത്തിനുമാണ് മുൻഗണന എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ സ്വഭാവമാണ്. ആ അള്ളാഹുവിൻ്റെ സ്വഭാവം തന്നെയാണ് മനുഷ്യരും അവരിൽ കൈക്കൊള്ളേണ്ടത് എന്നാണ്. അതായത് ശിക്ഷിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ ശിക്ഷിക്കാതിരിക്കണം. അത് മനുഷ്യർ കൊണ്ടു നടക്കേണ്ട ഒരു സംഭവമാണ്. ഇത് കാര്യങ്ങൾ ഇതൊക്കെ പറയുമെങ്കിലും എങ്ങനെയെങ്കിലും അവനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല അതിൻ്റെ സംഭവം. പുറത്തു കൊടുക്കാൻ എന്തൊരു മാർഗമുണ്ടോ അത് അള്ളാഹുവിൻ്റെ രീതിയാണെന്നാണ്.
ഈ മനുഷ്യർ പുറത്തു കൊടുക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് അള്ളാഹു അത് ചെയ്യും. അതുപോലെ തന്നെയായിരിക്കണം മനുഷ്യർക്കും ഈ കുറ്റവാളികളോടുള്ള നിലപാട് അങ്ങനെയായിരിക്കണം. അപ്പോൾ ഇവർ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ വിചാരണയും കൃത്യമായ നീതിബോധവും ഒക്കെ ഉള്ളവരാണ് കൃത്യമായും അത് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അതാണ് അതിൽ നിന്ന് നമ്മൾ അത് മനസ്സിലാക്കുക. ഇനി ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ പുലർത്തണം. അള്ളാഹുവിനോട് തഖ്വ പുലർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ചതനുസരിച്ച് ജീവിക്കണം. അതല്ലാതെ തഖ്വ പുലർത്താൻ പറ്റില്ല. കാരണം അള്ളാഹുവിലേക്ക് ഈ തൗബ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ മാർഗത്തിലൂടെ നടക്കുള്ളൂ. അള്ളാഹു നിർദ്ദേശിച്ചതായിരിക്കണം, അത് റസൂലിൻ്റെ മാതൃകയിലൂടെ വന്നതായിരിക്കണം. ഈ രണ്ട് സംഭവത്തിനല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് തഖ്വയോട് നിങ്ങൾ ജീവിക്കണം. വബ്തഗു, നിങ്ങൾ തേടണം. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഇലൈഹി, അള്ളാഹുവിലേക്ക്, അൽ വസീല ആയിരിക്കണം നിങ്ങളുടെ തേട്ടം. ഖുർആനിൽ 2 പ്രാവശ്യം ഈ വസീല വന്നിട്ടുള്ളൂ. അതൊന്ന് ഈ സൂറത്തുൽ ഇസ്രായിലാണ് നിങ്ങൾക്ക് കാണുക. വാസ്തവത്തിൽ ഈ വസീല എന്ന് പറയുന്നത് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ്. അത് തവസ്സുല്, നമ്മൾ ഈ തവസ്സുല് എന്ന് കേൾക്കുമല്ലോ, 2-3 സൈസിലുണ്ട് തവസ്സുല് എന്ന് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ തേടുക. അതാണ് ആ ഗുഹാവാസി, ഒരു ഗുഹയുടെ പെട്ട ആൾക്കാരൊക്കെ കുറിച്ചിട്ട് റസൂലിൻ്റെ കഥ പറയണം. അത് അനുവദനീയമായ തവസ്സുലാണ്. അതായത് നമ്മുടെ തന്നെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. രണ്ടാമതൊന്ന്, നമ്മൾ മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ പറയുക. അതിന് ഖുർആനിലെ തന്നെ തെളിവുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർക്ക് വേണ്ടി നീ പാപമോചനം തേടണം എന്നൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ ഖുർആനിൽ തെളിവുള്ള തവസ്സുലാണ്. ഇനി നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന തവസ്സുല് അതല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തവസ്സുല് എന്ന് പറയുന്നത് അത് അള്ളാഹു റസൂലോ അനുവദിച്ചതോ ചെയ്തതോ അല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ മരിച്ചുപോയ ഈ പുണ്യപുരുഷന്മാരുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് അള്ളാഹുവിനോട് തേടുക. അതിന് തെളിവ് നമ്മൾ ഖുർആനിലും കാണില്ല, നബിചര്യയിലും കാണില്ല, സഹാബത്തിൻ്റെ പ്രവൃത്തിയിലും കാണില്ല. അവരതിന് തെളിവായി കൊണ്ടുവരുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മഴ ലഭിക്കാതായപ്പോൾ അവർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ നേതൃത്വത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അവരുടെ പ്രാർത്ഥനയിൽ അവർ പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടിയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇതാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ മുന്നിൽ നിർത്തി ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ഞങ്ങൾക്ക് മഴ തരണമെന്ന്. അവിടെ വാസ്തവത്തിൽ അവർ തെളിവായി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ്. പക്ഷേ വാസ്തവത്തിൽ ആ സംഭവത്തിൽ അവർക്ക് എതിരാണ് തെളിവ്. കാരണം ഈ ദുആ ചെയ്യുന്ന കാലത്ത് റസൂൽ അവിടെ മരിച്ചു കിടക്കുന്നുണ്ടല്ലോ. അവർക്ക് റസൂലിൻ്റെ ഹക്ക്, ജാഹ്, ബർക്കത്ത് എന്ന് ചോദിച്ചിട്ട് തോരുന്നാൽ പോരെ? അവരെന്തിനാ ഈ അബ്ബാസിനെ വിളിച്ചോണ്ടിരുന്നത്? അബ്ബാസ് എന്ന് പറയുന്നത് ഉമർ ഖത്താബിൻ്റെ, അബൂബക്കറിൻ്റെയും പോലെ ഒന്നാം തീയതി മുസ്ലിമായ ആളൊന്നല്ല, കുറേ കഴിഞ്ഞിട്ടാവുന്ന ആളാണ്. എന്നാൽ തന്നെയും റസൂല് ഏറ്റവും ഇഷ്ടപ്പെടുന്ന റസൂലിൻ്റെ ഇതിൽപ്പെട്ടതാണ്, പിതൃ സഹോദരനാണ്. അപ്പോൾ അവർ ചെയ്യണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വഫാത്തായി കിടക്കുന്ന റസൂലിലേക്കല്ല അവർ പോകുന്നത്, അവർ ജീവിച്ചിരിക്കുന്ന അബ്ബാസിലേക്കാണ്. അതിനപ്പോൾ ആരാ എതിര് പറയണ്? അതാർക്കും ഇപ്പോഴും ചെയ്യാവുന്നൊരു സംഭവമാണ്. അപ്പോൾ അവർ തെളിവ് പറയുന്നത് തന്നെ ഇല്ലാത്തൊരു സംഭവമാണ്. അതാണ് അവരൊരു വസീല എന്ന് പറയുന്നത്. ആ വസീലയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ ആളാക്കുകൊണ്ട്, ഈ ആളാക്കുകൊണ്ട്, ആളുടെ ബർക്കത്ത് കൊണ്ട് അങ്ങനെ ആക്കണേ ഇങ്ങനെ ആക്കണേ എന്നൊക്കെ പറയുന്നത്. വേറൊരു സംഭവം എന്ന് പറഞ്ഞത് ഇസ്തിഗാസയാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നേരിട്ടിട്ട് ഇവരോട് ദ്വാരക്കലാണ്. കാരണം എന്താ വെച്ചാൽ അതിനവർ പറയുന്നത് വെച്ചാൽ കൊടുത്ത കഴിവാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആർക്ക് എപ്പോഴേ കൊടുത്തെന്ന് ഇവരോടാ വരാ പറഞ്ഞത്? ഇപ്പോൾ മുഹയ്യദ്ദീൻ ശേഖനി ആ കഴിവൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഇവരോട് ആരെങ്കിലും വന്ന് പറഞ്ഞോ? അല്ല പറഞ്ഞോ? റസൂല് പറഞ്ഞോ? ഇവർ തന്നെ സ്വയം തീരുമാനിക്കുകയാണ് കൊടുത്തെന്ന്.
അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഖുർആനിലും ഹദീസുകളിലോ സഹാബത്തിലോ താബിയകളിലോ ഒന്നും ഒരു തെളിവുമില്ലാത്ത സംഭവങ്ങളാണ്. മറ്റേ രണ്ട് തവസ്സുല് ഉണ്ട്. നമ്മൾ ഈ ബാങ്ക് അദാന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീല, മുഹമ്മദുർ റസൂലിന് വേണ്ടി നമ്മൾ വസീല ചോദിക്കുന്നുണ്ട്. അത് ഈ വസീലയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത് എന്താ ചോദിച്ചാൽ, അത് സ്വർഗത്തിലെ ഒരു പദവിയാണ്. അത് ഒരാൾക്ക് മാത്രമേ ഭൂഷണമാവുകയുള്ളൂ. ആ ഒരാൾ ഞാനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളതിന് ദുആ ചെയ്യണം. അത് എനിക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ അത് റസൂലിന് വേണ്ടി അത് ദുആ ചെയ്യുന്നു. റസൂലിന് ആ പദവി കിട്ടിയാൽ റസൂലിൻ്റെ ഉമ്മത്തും ആ വസീലയുടെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾക്കും ആ വസീല കിട്ടും. അങ്ങനെയാണല്ലോ അല്ലേ? റസൂലിൻ്റെ ആ മഹത്തായ പദവിയുടെ അതിനു വേണ്ടി ചോദിച്ച് മേടിച്ച ആളുകൾക്കും ആ പദവിയിൽ പങ്കുണ്ട്. അപ്പോൾ ആ വസീലയാണ് നമ്മളോട്, അതായത് അള്ളാഹുവിനോടുള്ള ആ അടുപ്പമുണ്ടല്ലോ, ഖുർബത്ത് എന്നാണ് ഇതിനെ മുഫസ്സിരീങ്ങളൊക്കെ വിശേഷിപ്പിക്കുക. അത് വസീല എന്ന് പറഞ്ഞ കൃത്യമായൊരു സാങ്കേതിക പദമാണ്. അതിനെ വിശദീകരിക്കുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള കൃത്യമായ അടുപ്പം. ആ അടുപ്പം തഖ്വയിലുള്ള ഒരു ജീവിതത്തോടു കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതാണ് നിങ്ങൾ തഖ്വയോടുകൂടി നിങ്ങൾ മനുഷ്യഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ തേടേണ്ടത് ഈ വസീല, അള്ളാഹുവിനോടുള്ള ഈ അടുപ്പമാണ്. അത് നമ്മളിപ്പോൾ നബിദിനം നടത്തിയാലൊന്നും കിട്ടുന്ന സാധനമല്ല. കാരണം അത് അള്ളാഹുവോ റസൂലോ ആരും പഠിപ്പിച്ചതല്ല. അത് പിന്നീട് എപ്പോഴോ കയറി വന്ന സാധനങ്ങളാണ്. അങ്ങനത്തെ നിരവധി ബിദ്അത്തുകളുടെ ഒരു കൂട്ടമാണ് ഇന്നിപ്പോൾ നമ്മൾ ദീൻ എന്ന് പറയുന്നത്. നമ്മുടെ ദീനിൻ്റെ ഒരു 99% ഇന്ന് നടമാടുന്ന ദീനിൻ്റെ 99% ഈ ബിദ്അത്തുകളാണ്. അതൊന്നും അള്ളാഹുവിലേക്ക് വസീലയിലേക്കുള്ള ഒരു പദവി, ഒരു സംഭവമല്ല. അത് വെച്ചിട്ടൊന്നും അള്ളാഹുവിനായിട്ട് അടുപ്പം കിട്ടുന്ന ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. വജാഹിദു ഫീ സബീലിഹി, അള്ളാഹു ഒരുക്കി തന്ന ഈ മനുഷ്യർക്കുള്ള മാർഗങ്ങളുണ്ട്. അതാണ് സുബുലസ്സലാം എന്ന് നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചത്. അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ജീവിത മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ആ വഴിയിലാണ് അള്ളാഹുവിൻ്റെ ഈ വസീലയ്ക്ക് വേണ്ടി അവർ പണിയെടുക്കേണ്ടത്. അത് പള്ളിയിൽ മാത്രമുള്ള ഏർപ്പാടല്ല, ഓരോരുത്തർക്കും ഓരോ സുബുലുകളുണ്ടാവും. ആ സുബുലുകളിലൊക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തെ കണിശമായി പിന്തുടരുമ്പോഴാണ് അവർക്ക് ഈ വസീല എന്ന് പറയുന്ന ആ സ്ഥാനം കിട്ടുന്നത്. അതാണ് അവർ തേടേണ്ടത്. അതിന് വേണ്ടി അവരുടെ ഈ വഴികളിൽ കൃത്യമായി പണിയെടുക്കണം. അത് കച്ചവടക്കാരുണ്ടാവും, തൊഴിലാളി ഉണ്ടാവും, എല്ലാ മേഖലയിലും ഉണ്ടാവും. അവരൊക്കെ അവരുടെ ആ ഫീൽഡിൽ അവർ ചെയ്യുന്ന ആ വഴിയിൽ അവർ കൃത്യമായിട്ട് പരിശ്രമിച്ചാലേ ഈ അവസ്ഥയിലേക്ക് എത്തുള്ളൂ. ലഅല്ലക്കും, നിങ്ങളാവാൻ വേണ്ടി, തുഫ്ലിഹൂൻ, ഫലഹ എന്ന് പറഞ്ഞാൽ തന്നെ കൃഷിയാണ്. ഫല്ലാഹ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനാണ്. നിങ്ങൾ ചെയ്യുന്ന കൃഷിയുടെ ഫലമെടുക്കാൻ വേണ്ടിയാണ്. അതാണ് ഇവിടെ തുഫ്ലിഹൂൻ എന്ന് പറയുന്നത്, വിജയം. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും ഈ കാഫിരീങ്ങൾ, അതായത് ഇതിൻ്റെ ഒക്കെ നിഷേധം അത് ബിദ്അത്തുകളിലൂടെയാണെങ്കിലും അത് കുഫറാണ്. അത് കുഫറിൻ്റെ മാർഗമാണ്. ഈ ബിദ്അത്തുകളിലൂടെ ചെയ്യുന്ന കാര്യങ്ങളും കുഫറിൻ്റെ മാർഗമാണ്. അപ്പം നിങ്ങൾക്കറിയോ ഈ നബാത്തി ഖുത്തുബില്ലേ, നമ്മുടെ സമസ്തക്കാരൊക്കെ ഈ പള്ളിയിലൊക്കെ പാരായണം ചെയ്യണേ. നബാത്തി ഖുത്തുബങ്ങൾ എടുത്തു നോക്കിയാൽ ഈ നബിദിനമായിട്ട് ഈ റബീഉൽ അവ്വലിലേക്ക് 5 ഖുത്തുബകളുണ്ട്. അദ്ദേഹം ഈ നബാത്തി ഖുത്തുബ എന്ന് പറഞ്ഞാൽ ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതൻ ഹിജ്റ 330 ആ കാലയളവിൽ ചെയ്തതാണ്. ഹിജ്റ 330, 4-ാം നൂറ്റാണ്ടിൽ. അതിൽ 5 ഖുത്തുബകൾ കാണാം നിങ്ങൾക്ക് ഈ റബീഉൽ അവ്വലിൽ പാരായണം ചെയ്യാനായിട്ട്. ഓരോ മാസങ്ങൾക്കും അതിൻ്റേതായ ഇതുണ്ടാവും. ചില മാസങ്ങളിൽ 5 വെള്ളിയാഴ്ച വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് 5 ഖുത്തുബകളുണ്ട്. ആ ഖുത്തുബ നിങ്ങൾക്ക് എവിടെ ഈ നബാത്തി ഖുത്തുബ ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്തു നോക്കാം പള്ളി പോയിട്ട്. ആദ്യത്തെ 2 ഖുത്തുബകൾ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനനം, അതിൻ്റെ വർഷം കൃത്യമല്ല, അതിൻ്റെ മാസം കൃത്യമല്ല, അതിൻ്റെ ദിവസം കൃത്യമല്ല, ഒന്നുമല്ല. ആകെ റസൂൽ അതിനെക്കുറിച്ച് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ ജനിച്ചത് ഒരു തിങ്കളാഴ്ചയാണെന്ന്. അതുകൊണ്ടുകൂടിയാണ് അതിൽ നോമ്പ് വെക്കാൻ പറഞ്ഞതെന്ന്. അത്ര മാത്രമേ റസൂലിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നേരെ മറിച്ച് വഫാത്ത്
അത് റബിയുൽ അവ്വലാണ്, അത് 12ആണ്, അത് തിങ്കളാണ്, അത് കൃത്യമാണ്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രങ്ങൾ ഇപ്പോൾ ഒരു 10 പുസ്തകം എടുത്ത് നോക്കി, അതിൽ പലതിലും ഈ റബിയുൽ അവ്വൽ 12 എന്നല്ല ഞങ്ങൾ കാണാം. മിക്കവാറും ഇതിൽ റബിയുൽ അവ്വൽ 9 എന്നാണ് കാണുക. ഇനി 9 അല്ല, അങ്ങനത്തെ അല്ല, 10-12 അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ നമ്മളിപ്പോൾ ഇന്ന് ഈ ആഘോഷിക്കുന്നത് എവിടുന്ന് വന്ന് കൃത്യമായി നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ മുൻഗാമികളിൽ നിന്ന്, അതായത് ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഈ മുൻഗാമികളിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. ക്രിസ്തുമസ് പോലെ ഈസാ നബി ജനിച്ചത് ഡിസംബർ 25-നൊന്നല്ല, അവരൊരു ഡേറ്റ് അങ്ങോട്ട് പ്രഖ്യാപിച്ച് അതന്നെ എന്ന് പറഞ്ഞ്, അതേമാതിരി നമ്മൾ റബിയുൽ അവ്വൽ 12 എന്ന് പറഞ്ഞ്, എന്നിട്ട് നമ്മളത് കൊണ്ടാടാൻ തുടങ്ങി. നമ്മളെ എവിടെ ഈ എത്തി നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കണം. ഇതൊന്നും ആയിട്ട് അള്ളാഹുടെ അടുത്തേക്ക് പോകാൻ ഒരാൾക്കും പറ്റില്ല. നമുക്ക് തലകെട്ടുണ്ട്, താടിയുണ്ട്, അറബിലാണ് പറയുന്നത്, ഇതൊന്നും ഇതൊന്നും അള്ളാഹുടെ അടുത്ത് യാതൊരു വാല്യൂ ഇല്ല. അള്ളാഹുവിൻ്റെ അടുത്ത് വിലയുള്ളത് തഖ്വയോടെയുള്ള ജീവിതമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ റസൂലും സഹാബത്തും താബികളൊക്കെ കാണിച്ചു തന്നതാണ്. ഈ റസൂലോ സഹാബത്തോ താബികളോ ആരും ഈ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നതാണ്. എല്ലാവരും. എന്നിട്ടും നമ്മളെ 2 ഈദുകളുടെയൊക്കെ എത്രയോ കവച്ചു വെക്കുന്ന രൂപത്തിൽ ഈ സംഭവത്തെ നമ്മൾ ആഘോഷിക്കുന്നു. എന്നിട്ട് നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നു. അതായത് നമ്മുടെ തന്നെ അശ്രദ്ധയാണ് നമ്മളുടെ ജീവിതം ആകെ താറുമാറാക്കുക, അല്ലാതെ ശത്രുക്കളുടെ പ്രശ്നമൊന്നുമല്ല. മുസ്ലിമീങ്ങളായി ജീവിക്കുമ്പോൾ ശത്രുക്കളൊന്നും ഒരു ചുക്കുമല്ല, അങ്ങനെ ആയിട്ടുമില്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന്, ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് എടുത്തെറിയപ്പെടുമ്പോൾ, ഇതേപോലെയുള്ള അനാചാരങ്ങൾക്കും വിദ്അത്തുകൾക്കും നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മൾ പ്രായോഗികമായിട്ട് മുസ്ലിമീങ്ങളല്ലാതായി എന്നുള്ളതാണ്. നമ്മളൊരു സാമുദായികമായിട്ടൊക്കെ മുസ്ലിമീങ്ങളായിരിക്കും, പക്ഷേ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തൽ നമ്മൾ മുസ്ലിമീങ്ങളെ ആവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ആ മതത്തിൽ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുത്തിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇതൊരു നബിദിനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അനവധി നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ, ദീനെന്ന് പറഞ്ഞ് നടക്കുന്ന ബഹുഭൂരിഭാഗം കാര്യങ്ങളും ദീനുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. അപ്പോൾ അങ്ങനത്തെ അത് വെച്ചിട്ടാണ് ഈ ഇന്നല്ലദീന കഫറു എന്ന് പറയുമ്പോൾ ആ വിഭാഗങ്ങളൊക്കെ ഈ കഫറു എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അവരെ നമ്മൾ കാഫിർ എന്ന് വിളിക്കുന്നുണ്ടോ, മുശ്രിക്ക് എന്ന് വിളിക്കുന്നുണ്ടോ, അതൊക്കെ വേറെ കാര്യമാണ്. ലൗ അന്നലഹും മാഫിൽ അർളി ജമീഅ, ഇവർ ഈ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോയി അവർ സമ്പാദിച്ചത് മുഴുവനും, അല്ലെങ്കിൽ ഭൂമിയിലുള്ളത് മുഴുവനും, വ മിസ്ലഹു മഅഹു, അത്രത്തോളം പിന്നെയും കിട്ടിയാൽ അതൊക്കെ കൊടുക്കാമെന്ന് പറയും. നമ്മൾ തന്നെ ഈ ഭൂമിയിൽ ഒരു ശ്വാസത്തിന് വേണ്ടി സമ്പാദിച്ച സ്വത്ത് മൊത്തം നമ്മൾ ചിലവാക്കില്ലേ? അത് ചിലവാക്കും. നമ്മളതിന് റെഡിയാവും. ഒരു ശ്വാസം അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് നമ്മുടെ മൂത്രം ഒന്ന് കെട്ടി നിന്നാൽ അത് പോവാൻ ആരെങ്കിലും പിന്നെ കാശ് നോക്കും? ഉള്ളൊന്നും നോക്കില്ല. ഇപ്പോൾ എനിക്കൊരു നമ്മുടെ ഒരു പരിചയക്കാരൻ, അവൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു 4-5 കോടി ഉറുപ്പ്യ ആസ്തിയൊക്കെ ആയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. അവിടെ വന്നിട്ട് എന്തോ ഒരു തക്കാളി പനി, എന്തോ ഒരു പനി പിടിച്ച് ആ കായൊക്കെ കഴിഞ്ഞ് അയാൾ തിരിച്ചങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ അതാണ് സംഭവം. നമ്മളുടെ ഇവിടുത്തെ ഒരു ജീവന് വേണ്ടി മാത്രം നമ്മൾ എന്തും കൊടുക്കാൻ നമ്മൾ തയ്യാറാവും. ഈ പരലോകം എന്ന് പറയുന്ന ആ സംഭവത്തിൽ നമ്മൾ എന്തും കൊടുക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞതിൽ വല്ല അതിശയം ഉണ്ടാകും. കാരണം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവസാനമില്ലാത്ത ജീവിതം. ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഇനിയിപ്പോൾ ഒരാൾ പിടിച്ചു നിന്നാൽ മരിക്കുന്നു, അതുവരെ നിൽക്കുള്ളൂ. പക്ഷേ പരലോകം എന്ന് പറയുന്നത്, കാരണം ഇതെന്താ ചോദിച്ചാൽ ഇതിൻ്റെ ഈ മരണത്തോടു കൂടി തന്നെ ഏറെക്കുറെ മനുഷ്യന്മാർക്ക് ബോധ്യവും. പിന്നെ പുനർജന്മം എന്ന് പറയുന്ന ആ സംഭവം, അതിൻ്റെ ഭയാനതകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അയാൾക്ക് ശരിക്കും അങ്ങ് ബോധ്യവും. കാരണം ഇതിനു വേണ്ടി നമ്മളോട് അള്ളാഹു ചോദിക്കുന്നത് ഈ ഭൂമിയിലെ കുറച്ച് ദിവസത്തെ ജീവിതമാണ്. ആ ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിലൊന്ന് സമർപ്പിക്കാനാണ്, അല്ലാതെ ഒരു പറ്റാത്ത ഭയങ്കര കാര്യമൊന്നുമല്ല. എന്നാൽ അത് വെച്ചിട്ട് വല്ല പ്രശ്നവും നമുക്കുണ്ടാകും. നമ്മളോട് ഏതെങ്കിലും ആസ്വാദനം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. നമ്മളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ബാക്കിയുള്ളവരൊക്കെ തിന്നണ സംഭവങ്ങൾ, ആസ്വദിക്കുന്ന സംഭവങ്ങൾ ഏതാ വിടക്കിയിട്ടുള്ളത്? എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട് എന്നല്ലേ ഉള്ളൂ, വേറെന്തുള്ളു? അപ്പോൾ നമ്മൾ കൃത്യമായി, നമ്മളുടെ പ്രശ്നം എന്താ ചോദിച്ചാൽ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. വിശ്വാസത്തിൻ്റെ വ്യതിചലനമാണ് നമ്മളിപ്പോൾ കാണുന്നതൊക്കെ. ഈ മാസമൊക്കെ പ്രത്യേകിച്ച് നമ്മളതാ കാണുന്നത്, വിശ്വാസത്തിൻ്റെ വ്യതിചലനം. അപ്പം നിങ്ങളൊരു മഗ്‌രിബ് നിസ്കാരമായിട്ട് കഴിഞ്ഞാൽ നോക്കിയാൽ നാട്ടിൽ പിന്നെ ഈ പരിസരത്ത് ആർക്കും ഇരിക്കാൻ വയ്യ.
കാരണം ഇവർക്ക് ഇതൊക്കെ മൈക്കേൽ ലോകൊട്ടാകെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലേ പറ്റുള്ളൂ. ഇവർക്ക് മെല്ലൊന്നും പറഞ്ഞാൽ പറ്റില്ല. കാരണം ഇവരുടെ അള്ളാഹു പൊട്ടനാണെന്ന് തോന്നും നമുക്ക് ഇവരെ വർത്താനം കേട്ടാൽ. അങ്ങനെയാണ് നമുക്ക് തോന്നുക. ഒരു ചെവിടേക്കാത്ത എന്തോ ഒരു സാധനത്തിനോടാണ് ഇവർ ഈ പറയുന്നത് തോന്നും. അത്രയും ഉച്ചത്തിൽ ആളുകൾ ബഹളം വെച്ചിട്ട് ഈ എന്തൊക്കെ പറഞ്ഞു കൂട്ടണം. എന്നിട്ട് ഇതൊക്കെ ദീനാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇവർ ഈ പാടുന്ന മൗലൂദ് എന്ന് പറഞ്ഞാൽ 4 നൂറ്റാണ്ടിൻ്റെ അപ്പുറമില്ല, 400 കൊല്ലത്തിൻ്റെ അപ്പുറമുള്ള ഒരു ജിൽദും ഇവരുടെ ഈ കുത്തുന്നി കെട്ടിയ ഏടുകളിലില്ല. നമ്മൾ ആലോചിക്കണം. കാരണം റസൂലും സഹാബത്തും താബികളൊക്കെ ജീവിച്ചത് ഈ മൗലൂദ് ഓതിയിട്ടാ. ഈ മൗലൂദൊക്കെ അടുത്ത കാലത്തുണ്ടായതല്ലേ. ഇവർക്ക് എങ്ങനെ ഇത് ഇത്ര വലിയ പ്രാധാന്യമായത്? എങ്ങനെ ഇത്ര വലിയ പ്രാധാന്യം ഇതിന് വന്നത്? ആരാണ് ഇവരോട് ഇതൊക്കെ പറഞ്ഞു വെച്ചത്? ഏതെങ്കിലും നിങ്ങൾ പള്ളിയിലെ മേജരോടും ചോദിക്കും, ഒരു 7 അല്ല 14 നൂറ്റാണ്ടിൻ്റെ അപ്പുറമുള്ള ഏതെങ്കിലും ഒരു മൗലൂദ് ഉണ്ടാകുന്നു. നിങ്ങളിപ്പോൾ ഈ ഓതുന്ന മൗലൂദ് എന്ന് തൊട്ട് ഉണ്ടായി എന്നൊന്ന് ചോദിക്കും. അതിൻ്റെ ഓതറ ആരാന്ന് ചോദിക്കുക. അവർ പറയും സൈനുദ്ദീൻ മഖ്ദൂമാണെന്ന്. മഖ്ദൂമിൻ്റെ കുടുംബക്കാരോട് നിങ്ങളൊന്നും ചോദിച്ചു നോക്കി. അങ്ങനെ ഒരു വിവരം അവരറിഞ്ഞിട്ടില്ല. അതാ സംഭവം. കാരണം മഖ്ദൂമിൻ്റെ കുടുംബക്കാരെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ മേലിൽ വെച്ച് കെട്ടിയിട്ട് അവരാകെ പോക്കിരിത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാക്കിയതാണ്. നമ്മൾ ഒരു അന്തമില്ലാതെ തനി ജാഹിലുകളായിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ കെട്ടിമറിഞ്ഞ് നടക്കുകയാണ്, ഉള്ള പൈസയൊക്കെ ചിലവാക്കിയിട്ട്. എന്നിട്ട് ദീനാണ് പോലും എന്ന് പറയാം. ഇതൊന്നും ദീനല്ല. ഇതൊക്കെ നമ്മൾക്ക് ഈ ഖുർആൻ വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. സംഘടന വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഖുർആൻ നമ്മളോട് കൃത്യമായി പറയുന്നതാണ്. അവരതിനെ മുഴുവൻ, അവരുടെ സമ്പത്ത് മുഴുവൻ അല്ലെങ്കിൽ ഭൂമിയിലുള്ളത് മുഴുവൻ അവർ ഈ ഫിദിയ നൽകാൻ അവർ തയ്യാറാവും. യൗമൽ ഖിയാമത്ത് എന്താണെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിലേ ഈ പറയുന്നതിനെക്കുറിച്ചുള്ള വില നമുക്ക് മനസ്സിലാവുള്ളൂ. മാ തുഖുബ്ബില മിൻഹും, പക്ഷേ അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുക അള്ളാഹു പറഞ്ഞതാ സ്വീകരിക്കുക. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടു കൊടുക്കണമല്ല. അങ്ങനെ കൊണ്ടു കൊടുക്കണതൊക്കെ സ്വീകരിക്കാനാണെങ്കിൽ അള്ളാഹു ഒരു യാചകനായിരിക്കണം. അപ്പോഴേ എനിക്ക് തോന്നിയതൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ മേടിക്കുള്ളൂ. അള്ളാഹു റിച്ചാണെങ്കിൽ അള്ളാഹു ആവശ്യപ്പെട്ടതല്ലാത്ത ഒരു സാധനം മേടിക്കില്ല. അത് നമ്മൾ റിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ റിച്ചാണ്, നിങ്ങളൊരു രാജാവാണിച്ചെങ്കിൽ തൊള്ളേ തോന്നിയൊക്കെ കൂടുതൽ മേടിക്കുമോ? പണ്ട് ആരോ ഹൈദരാബാദിൽ പോയിട്ട് ഹൈദരാബാദ് നൈസാമിന് നാരങ്ങ കൊണ്ട് കൊടുത്തൊരു കഥ ഉണ്ട്. മതി ഇവിടുന്ന് 2 ആൾ ഹൈദരാബാദ് നൈസാമിനെ കാണാൻ പോയത്രേ. അങ്ങനെ കാണാൻ പോകുമ്പോൾ ഈ പോണ പോക്കിൽ പല പല സാധനങ്ങൾ ഇവർ കണ്ട. അതൊന്നും ഇപ്പോൾ ഇവിടുന്ന് തങ്ങിട്ട് താങ്ങി പിടിച്ച് കൊണ്ടുപോണ്ടാന്ന് വിചാരിച്ചിട്ട് ചക്ക കണ്ടത് വേണ്ടാന്ന് വെച്ച്, മാങ്ങ കണ്ടത് വേണ്ടാന്ന് വെച്ച്, അങ്ങനെ പല പല സാധനങ്ങളും കണ്ടു വേണ്ടാന്ന് വെച്ചാൽ ഹൈദരാബാദിലെത്തി അവിടുന്ന് മേടിക്കാൻ വെച്ചോക്കുമ്പോൾ അവിടെ ചെറുനാരങ്ങ മാത്രമേ എത്ര കാര്യമായിട്ട് കാണാനുള്ളൂ. അതങ്ങോട്ട് നൈസാമിന് കൊണ്ടു കൊടുത്തപ്പോൾ നൈസാം അത് വെച്ചിട്ട് അവരെ ശിക്ഷിച്ചിരുന്ന ഒരു കഥയാണ്. കാരണം ഇവിടെ സുലഭമായുള്ള സാധനം തന്നെ എന്നെ കാണാൻ ഇത്ര നാട്ടിയത് ഇങ്ങോട്ട് കൊണ്ടുവരും. അതായത് റിച്ചായ ആളുകൾ, ആര് റിച്ചാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും. അത് കാണുമ്പോഴേ അവരുടെ മനസ്സ് തൃപ്തിപ്പെടുള്ളൂ. ചിലപ്പോൾ ശിക്ഷിക്കൊന്നും. പക്ഷേ അള്ളാഹുവിനെ നമ്മൾ യാചകനായിട്ട് കണ്ടാലേ, നമുക്ക് തോന്നിയ പോലെ അതൊക്കെ കെട്ടിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അത് മാ തുഖുബ്ബില മിൻഹും, അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വലഹും അദാബുൻ അലീം, സ്വീകരിക്കപ്പെടില്ല എന്ന് മാത്രമല്ല അതിന് അങ്ങനെ അള്ളാഹുവിനെ കണക്കാക്കി നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിച്ചതിന് മുഴുവൻ അതിഗംഭീരമായ ശിക്ഷയും ഈ മനുഷ്യർക്ക് ഉണ്ടാവുമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ നമുക്കിവിടെ നിർത്താം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.